ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ചയെന്നും തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെങ്കിലും ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയാമെന്നും ട്രംപ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഫോൺ അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ ഇരു നേതാക്കളും തമ്മിൽ സമീപകാലത്തായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും നേരിട്ട് കാണാനൊരുങ്ങുന്നത്. അന്ന് ഇറാനെതിരായ സംയുക്ത നീക്കത്തിന്റെ പ്ലാൻ നെതന്യാഹു ട്രംപിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള മാസങ്ങളിൽ ട്രംപിന്റെ അടുത്ത അനുനായികൾക്കിടയിൽ നെതന്യാഹുവിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞതായാണ് റിപ്പോർട്ട്. നെതന്യാഹുവിന് എല്ലാ കാര്യങ്ങളിലും തെറ്റുപറ്റിയെന്നാണ് ട്രംപിന്റെ ഉപദേശകർ കരുതുന്നത്. കഴിഞ്ഞ മാസം ലബനനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങളിൽ ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഒരു ഫോൺ കോളിനിടെ നെതന്യാഹുവിനെ ഭ്രാന്തനെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദികേടാണ് കാണിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ലബനനിലെ സൈനിക നടപടികൾ കുറയ്ക്കാനും ദക്ഷിണ ലബനനിൽ നിന്നുള്ള പിന്മാറ്റത്തെ പിന്തുണയ്ക്കാനും ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന ഒക്ടോബർ തെരഞ്ഞെടുപ്പിൽ ജനപ്രീതിയിൽ പിന്നിലായ നെതന്യാഹുവിന് ട്രംപുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമായി ഏറെ നിർണായകമാണ്. US ഇസ്രായേൽ സംയുക്ത നീക്കത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമാധികാരി ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയെക്കുറിച്ചും ട്രംപ് അഭിമുഖത്തിൽ സംസാരിച്ചു. ഇറാന്റെ നേതാക്കളെല്ലാം വിലാപയാത്രയ്ക്കായി ഒത്തുകൂടിയിട്ടുണ്ടെന്നും ഒറ്റയടിക്ക് വേണമെങ്കിൽ അവരെല്ലാം തീർക്കാമായിരുന്നു, പക്ഷേ ചർച്ചകൾ നടത്താൻ പിന്നെ ആരും അവശേഷിക്കില്ല എന്നതിനാലാണ് അതിന് മുതിരാത്തത് എന്നും ട്രംപ് പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ഇരു വിഭാഗവും ഒരാഴ്ചത്തേക്ക് ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം ഇട്ടിരിക്കുകയാണെന്നും ഈ സമയത്ത് സൈനിക നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഖമനേയിയുടെ മരണത്തിൽ ഇറാൻ ജനത കരയുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നും ജനങ്ങൾക്ക് അദ്ദേഹത്തെ വെറുപ്പായിരുന്നു എന്നാണ് താൻ കരുതിയതെന്നും പറഞ്ഞ ട്രംപ് ഒരുപക്ഷെ അത് വ്യാജ കണ്ണീർ ആയിരിക്കാമെന്നും പരിഹസിച്ചു. അതേസമയം അമേരിക്കയുമായി സമാധാന ചർച്ചകൾ നടത്തുന്ന ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേൽ വധിക്കാൻ പദ്ധതിയിടുന്നതായി അമേരിക്ക ഇറാന് രഹസ്യ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഈ വർഷം നടന്ന ചർച്ചകൾക്കിടയിലാണ് ഇടനിലക്കാർ വഴി അമേരിക്ക ഈ വിവരം ഇറാനെ അറിയിച്ചത്. 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കയുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരെ ഇസ്രായേൽ ലക്ഷ്യമിട്ടേക്കുമെന്നാണ് അമേരിക്ക ഭയന്നിരുന്നത്. എന്നാൽ ഇത്തരമൊരു വധശ്രമത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുതിർന്ന ഇറാനിയൻ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ താൽപര്യം പരസ്യമായ രഹസ്യമാണെന്നും ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ ചർച്ചകളെ സങ്കീർണമാക്കുന്നു എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ആരോടാണ് ചർച്ച നടത്തുന്നതെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചിരുന്നു. അവർ കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാണ്, ഇസ്രായേൽ എല്ലാവരെയും തുടച്ചു നീക്കി കഴിഞ്ഞു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും വ്യാജമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്ക നടത്തുന്ന സമാധാന ചർച്ചകളിൽ നെതന്യാഹു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. സമാധാന അന്തരീക്ഷം തകർക്കാൻ നെതന്യാഹു അമിത വ്യഗ്രത കാണിക്കുന്നു എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ജൂൺ മാസത്തിൽ നടന്ന ഒരു സംഭാഷണത്തിനിടയിൽ ലബനനിൽ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത സൈനിക നീക്കത്തിനെതിരെ ട്രംപ് കടുത്ത ഭാഷയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിനെയും മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ മത നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾക്കൊന്നും ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇക്കാര്യം വ്യക്തമായതോടെയാണ് ട്രംപ് ഭരണകൂടം സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളുടെ പാത സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.